അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കണക്ടിവിറ്റിയാണ്. സോ കണക്ടിവിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറയും. ബേസിക്കലി കണക്ടിവിറ്റിയുടെ കീഴിൽ വരുന്ന ആരൊക്കെയാണ്? ലാൻ കേബിളിങ്, വാൻ, എതർനെറ്റ്, ടോക്കൺ റിംഗ്, ഇങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പം അതിൻ്റെ എല്ലാ കണ്ടന്റും കൂടെ എഴുതണം എന്നില്ല, അത് മാർക്കിനനുസരിച്ചാണ് നിങ്ങൾ കണക്ടിവിറ്റീനെ പറ്റിയിട്ട് പറയേണ്ടത്. ഓക്കെ, സോ ഇനി കണക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് നമുക്ക് ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ക്ലയൻറ്റ് സെർവർ ആപ്ലിക്കേഷൻസിൻ്റെ ഇപ്പോൾ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലോട്ട് കണക്ട് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ക്ലയൻറ്റിൽ നിന്ന് മൾട്ടിപ്പിൾ സെർവേഴ്സിലോട്ട് കണക്ട് ചെയ്യാനായിട്ടായിരിക്കും. നമുക്ക് ഒരു എന്തെങ്കിലും ഒരു മീഡിയം വേണം അല്ലേ, നമുക്ക് ഡേറ്റേനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാനായിട്ട്. ഇപ്പം എനിക്ക് എൻ്റെ ക്ലയൻറ്റ് വർക്ക് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു പ്രിൻ്ററിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റിന് ഇപ്പം ഫിസിക്കലി ആയിക്കോട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ വെർച്വലി ആയിക്കോട്ടെ, കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റിന് അവിടെ എത്തിക്കാനായിട്ട് സാധിക്കത്തില്ല. സോ ഈ ഒരു ഫിസിക്കൽ മീഡിയം നമുക്കിപ്പം ഒരു ഡേറ്റ ഷെയറിങ്ങിനായിട്ടുള്ള ഫിസിക്കൽ മീഡിയം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമുക്ക് ലാൻ കേബിളിംഗ് യൂസ് ചെയ്യാം. നമുക്ക് ലാൻ എന്താ എന്നൊക്കെ അറിയാം. സോ ഒരു കേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു വർക്ക് സ്റ്റേഷനിൽ നിന്ന് അടുത്ത വർക്ക് സ്റ്റേഷനിലോട്ട് ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. പിന്നെ ലാനിന് നമുക്ക് പല രീതിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എതർനെറ്റും രണ്ടാമത്തത് ടോക്കൺ റിങ്ങും ആണ്. ഇവിടെ നമ്മളത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. എതർനെറ്റും ടോക്കൺ റിങ്ങും അവരുടെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് IEEEയുടെ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അവർക്ക് ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് ഡിസൈൻ കാണും, അവർക്ക് അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് കാണും. അപ്പം ഇപ്പം ഈ ഒരു സ്പെസിഫിക്കേഷൻസിനനുസരിച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ഫങ്ഷനാലിറ്റിയും പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഇംപ്രൂവ്ഡ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനനുസരിച്ച് തന്നെയാണ് ഇത് വരുന്നത്. സോ ഇവിടെ ബോത്ത് എതർനെറ്റ് അല്ലെങ്കിൽ ടോക്കൺ റിംഗ് ഏതെടുത്ത് കഴിഞ്ഞാലും ഇവരുടെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവർക്ക് ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അതായത് ഇപ്പം എതർനെറ്റിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബസ് ആർക്കിടെക്ചറാണ് ഫോളോ ചെയ്യുന്നത്. സോ ബസ് ആർക്കിടെക്ചർ വെച്ചിട്ടായിരിക്കും നമ്മുടെ സിസ്റ്റത്തിന് തമ്മിൽ നമ്മൾ ഡേറ്റ കൈമാറുന്നത്. ടോക്കൺ റിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ടോക്കൺ റിങ്ങിന് ഇവിടെ ഒരു ടോക്കണിന്റെ പ്രസൻസ് ഉണ്ട്. ആ ടോക്കൺ ആരുടെ കയ്യിലുണ്ടോ അവർക്ക് മാത്രമേ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഇവിടെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കൊളിഷൻസിന്റെ ചാൻസസ് ഉണ്ട്. ഇപ്പം എതർനെറ്റിൽ നമ്മൾ ഈ ഒരു ഡേറ്റ ട്രാൻസ്മിഷൻ ചെയ്യുമ്പം കൊളിഷൻസിന്റെ ചാൻസസ് ഉണ്ട്. അപ്പം അത് മാറ്റാനും കൂടി ആയിട്ടാണ് നമ്മൾക്ക് ടോക്കൺ റിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി അവിടെ ഉള്ളത്. പിന്നെ ഇനിയിപ്പം നമുക്കറിയാം ലൈക്ക് ഈ ഒരു എതർനെറ്റും ടോക്കൺ റിംഗും മാത്രമല്ലാണ്ട് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. ഹബ്സ്, റിപ്പീറ്റേഴ്സ്, സ്വിച്ച്, ബ്രിഡ്ജസ്, ഇവരൊക്കെ നമ്മളുടെ കണക്ടിവിറ്റീനെ എൻഹാൻസ് ചെയ്യാനും ഈ എഫിഷ്യൻസി കൂട്ടാനും റോബസ്റ്റ്നെസ് കൂട്ടാനും ഒക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എതർനെറ്റിന് യൂഷ്വലി നമ്മൾ UTP വയറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊരു സ്റ്റാർ ഫാഷനിലാണ് കൊടുക്കുക. അപ്പം UTP എന്ന് പറയുന്ന അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ ആണ്. ഓക്കെ, സോ ഇവിടെ ഈ ടോക്കൺ റിങ്ങിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ലാൻ കേബിളിങ്ങിനാണ് നമ്മൾ എതർനെറ്റ് ടോക്കൺ റിംഗ് എന്നുള്ള ടോപ്പോളജീസ് പറഞ്ഞത്. അതുപോലെ FDDI പ്രോട്ടോകോൾ ഉണ്ട് ഫൈബറിന്റെ. അപ്പം അത് നമ്മൾ കേബിളിങ്ങിന്റെ സമയത്ത് യൂസ് ചെയ്യും. അപ്പം നമ്മൾ എന്താണ് ഇപ്പം പറഞ്ഞുകൊണ്ടത്? കണക്ടിവിറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ബോത്ത് ക്ലയന്റ് ആൻഡ് സെർവർ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് സിസ്റ്റംസ് തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഹബ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്ലെക്സിബിലിറ്റി ഒരുപാട് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ലാൻ ടോപ്പോളജിയിൽ. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പല സിസ്റ്റത്തിന് അറ്റ് എ ടൈമിൽ ലാൻഡിലോട്ട് കണക്ട് ചെയ്യാനും അതിനെ മോണിറ്റർ ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് നെറ്റ്വർക്ക് മാനേജ്മെന്റ് സെന്റർ കൊണ്ട് സാധിക്കും. അപ്പം FDDIയും CDDIയും ഒക്കെ ഇതുപോലത്തെ കുറെ പ്രോട്ടോകോൾസ് ആണ്. എസ്പെഷ്യലി ടോക്കൺ പാസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ്. സോ ഈ ഒരു ഇപ്പം പ്രോട്ടോകോൾസിന്റെ ബെറ്റർമെന്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾക്ക് ആവശ്യം വരുന്നതിനനുസരിച്ചോ നമുക്ക് ആ ഒരു എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ആയിരിക്കും വരുന്നത്. ഇനി വയർലെസ്, നമ്മൾ വയേർഡ് ലാനിങ് ആണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അതായത് നമ്മൾ ലാൻ കേബിളിങ്ങിനെ പറ്റിയിട്ടാണ്. കേബിൾ ഫിസിക്കലി പ്രസന്റ് ആണ് എന്നുണ്ടെങ്കിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളുടെ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു പോയത്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേനും വയർലെസ് ലാനിൻ്റെ ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. സോ വയർലെസ് വയർലെസ് ലാൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇൻഡിവിജ്വലി കേബിൾ കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയമായിട്ട് നമുക്ക് വയർലെസ് ആയിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാം. സോ അതിനായിട്ട് നമുക്ക് പല ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദർ ഇസ് NIC ഉണ്ട്, നമുക്ക് നെറ്റ്വർക്ക്
ഇലക്ട്രോണിക് ഇന്റർഫേസ് കാർഡ്സ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് വയർലെസ് കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആക്കാം. പക്ഷെ ഇവിടെ ഒരു ക്യാച്ച് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ലാൻസിന് കോസ്റ്റ് കൂടുതലായിരിക്കും. വയർലെസ് ലാൻസിന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കോസ്റ്റ് കൂടുതലായിരിക്കും. ആൻഡ് ദിസ് വിൽ ഓൾസോ ഇപ്പം NCR പോലത്തെ നമ്മൾ പ്രൊപ്രൈറ്ററി കാർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലോ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഇവിടെ വരുന്നത്. ആൻഡ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ലാൻ ടെക്നോളജി തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഇതിന്റെ ഫ്രീക്വൻസി 902 MHz to 928 MHz ഒക്കെയാണ് വരുന്നത്. ലാനിനെ നമുക്ക് ബോത്ത് എക്സ്റ്റേണലി നമുക്ക് കേബിളിംഗ് വെച്ച് കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യാം. അപ്പം നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ കണക്ട് ചെയ്ത് വിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ടർ അല്ലെ ബ്രിഡ്ജസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടാസ്കുകൾ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ റൂട്ടർ ബ്രിഡ്ജസിന്റെ കൂടെ നമ്മൾ ഒരെണ്ണം കൂടെ പറഞ്ഞു, ഹബ്സ് അല്ലേ. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. സോ റൂട്ടർ എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ വരുന്ന പാക്കറ്റ്സിനെ ഏത് ഡയറക്ഷനിലോട്ട് തിരിച്ചു വിടണം എന്നുള്ളത് റൂട്ടേഴ്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിൽ ഒരു കൊളാപ്സ്, ലോട്ട് ഓഫ് പാക്കറ്റ്സ് വന്നൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം അവിടെ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മളുടെ പാക്കറ്റ്സിനെ പ്രോട്ടോകോൾസിന് അനുസൃതമായിട്ട് അത് നെറ്റ്വർക്സിലോട്ട് പാസ് ഓൺ ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ പറയുമ്പോഴത്തേനും ലാനിന്റെ കാര്യം പറയുമ്പോഴത്തേനും വാനിന്റെ കാര്യം നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. സോ വാനിന്റെ കാര്യം ഇവിടെ നമ്മൾ ഇപ്പം ഫ്രെയിം റിലേ അല്ലെങ്കിൽ സ്വിച്ച് മൾട്ടി മെഗാബിറ്റ് ഡേറ്റ സർവീസ് അല്ലെങ്കിൽ ATM സർവീസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വാനിനും പല സിസ്റ്റംസ് വെച്ച് കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ പോസിബിൾ ആവുന്നുണ്ട്. സോ ഇതൊക്കെ കാരണം ഒരു ഫ്ലെക്സിബിലിറ്റി വാനിനും വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഈ വാനിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ എവിടം വരെ നമുക്ക് ഈ ഒരു വാനിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. സോ ഫ്രെയിം റിലീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയായിരുന്നു. അപ്പം ഇവിടെ മൾട്ടിപ്ലെക്സിംഗ് ആണ് ഫ്രെയിം റിലീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം റിസോഴ്സസിന് യൂസേഴ്സുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ ആക്സസ് ലൈൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലൊക്കേഷൻസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഫ്രെയിം റിലേയിൽ മൾട്ടിപ്ലെക്സിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ആക്സസ് ലൈനും പല ലൊക്കേഷൻസിനോട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മുടെ ഫ്രെയിം റിലീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ട്രാൻസ്മിഷൻസ് എന്ന് പറയുന്നത് കൂടുതൽ ഫാസ്റ്റ് ആയിരിക്കും, കൂടുതൽ സ്പീഡിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. SMDS എന്ന് പറയുന്നതും ഒരു ഹൈ സ്പീഡ് സർവീസ് ആണ്. ഇത് സെൽ റിലേ ടെക്നോളജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡേറ്റ ലെറ്റ് ഇറ്റ് ബി വീഡിയോ ഓർ ഓഡിയോ അതിനെ സെൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ SMDS യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് 1.5 Mbps വെച്ചിട്ടാണ്, അത്രയും സ്പീഡിലാണ് SMDSൽ ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. നമ്മൾ ATM പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇവിടെ നമ്മൾ കണക്ടിവിറ്റി പറയുമ്പോഴത്തേനും നമുക്ക് ഒഴിച്ചുകൂടാത്തൊരു സെക്ഷനാണ് ഇന്റർഓപ്പറബിലിറ്റി. സോ ഇന്റർഓപ്പറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾക്ക് കണക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു സാധനമാണ്. അതായത് ഇപ്പം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കണക്ടിവിറ്റിയിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ലാൻ കേബിളിംഗ് പറഞ്ഞു. ഓക്കെ, നമ്മൾ ലാൻ കേബിളിംഗ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാനിന്റെ 2 ടൈപ്സ്, ടോപ്പോളജി ടൈപ്സ് പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വാനിന്റെ കാര്യം പറഞ്ഞു. വാനിന്റെ കുറച്ച് പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഇന്റർഓപ്പറബിലിറ്റിയാണ്. ഓക്കെ, അപ്പം കണക്ടിവിറ്റിയുടെ കാര്യം ചോദിക്കുമ്പോഴത്തേനും നിങ്ങൾ ഈ ലാനിന്റെയും വാനിന്റെ ഒക്കെ കാര്യങ്ങൾ എഴുതി വെക്കാനായിട്ട് മറക്കരുത്. പിന്നെ ആദ്യമേ കണക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം, നല്ലതായിരിക്കും. സോ ഇന്റർഓപ്പറബിലിറ്റിയുടെ നമ്മൾ കാര്യം പറഞ്ഞു. സോ സിസ്റ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഹാൻഡ് ഷേക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഡേറ്റ എക്സ്ചേഞ്ചിന്റെ സമയത്ത്. സോ ഇവിടെയും ചിലപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷിങ്ങും കൺവേഴ്സേഷൻസും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ അതിന്റെ പ്രോട്ടോകോൾസ്, നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നോവൽ, IPX, SPX, നെറ്റ് ബയോസ്, TCP/IP ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, ഇന്റർഓപ്പറബിലിറ്റി അല്ലെങ്കിൽ പ്രോസസ് കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നെറ്റ്വർക്ക് മാനേജ്മെന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയതാണ്. സോ കണക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ പല ലെയേഴ്സിൽ നമുക്ക് ഈ ഒരു ആൻസർ എഴുതാനായിട്ട് പറ്റും. ലാൻ വാൻ യൂസ് ചെയ്തിട്ട് എഴുതാനായിട്ട് പറ്റും. ഇന്റർഓപ്പറബിലിറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഈ ഒരു മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നെറ്റ്വർക്ക് മാനേജ്മെന്റിന്റെ കാര്യവും നമുക്ക് മനസ്സിലാവും.
അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു PDF OSIയുടെ ലെയേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. OSI റെഫറൻസ് മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഇത് വളരെ ക്വിക്കായിട്ട് ഒന്ന് പറഞ്ഞു പോവുകയാണ് OSIയുടെ എന്തൊക്കെയാണ് ലെയേഴ്സ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത്. സോ നമ്മളിതൊക്കെ പണ്ട് ഡയഗ്രം വരച്ച് പഠിച്ചിട്ടുള്ളതാണ്. സോ നിങ്ങളുടെ മെമ്മറി ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെയും OSIയുടെ കാര്യം നമ്മൾ പറഞ്ഞു പോകുന്നത്. സോ OSI എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി അതൊരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫ്രെയിം വർക്കാണ്. നെറ്റ്വർക്ക് ഓപ്പറബിലിറ്റി അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റം ഓപ്പറബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പക്കാ ഫ്രെയിം വർക്കാണ്. അതായത് നമുക്ക് എൻ്റെ പല സിസ്റ്റംസ് ഉണ്ട്, ഇവരെ കണക്ട് ചെയ്യാനായിട്ടൊരു നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്മിഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടാണ് OSI റെഫറൻസ് മോഡൽ വരുന്നത്. സോ അത് നമ്മളുടെ ഇന്റർഓപ്പറബിലിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ എഴുതിയിരിക്കുന്നത്. സോ ഇവിടെ നമുക്കറിയാം എത്ര ലെയേഴ്സ് ഉണ്ട്, 7 ലെയേഴ്സ് ഉണ്ട് അല്ലേ. ഈ ഒരു 7 ലെയേഴ്സിൻ്റെ ഫസ്റ്റ് ലെയർ അല്ലെങ്കിൽ നമ്മൾ L1 എന്ന് പറയുന്ന ലെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ ലെയർ ആണ്. ഏത് സിസ്റ്റംസ് ആണെങ്കിലും അവർ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഫിസിക്കൽ ലെയർ ആണ്. സോ ഫിസിക്കൽ ലെയർ എന്ന് പറയുന്നത് OSI മോഡലിൻ്റെ ലോവസ്റ്റ് ലെവലിലെ ലെയർ ആണ്. ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കുമായിട്ടുള്ള ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കണക്ഷൻ ഇറ്റ് വിൽ മേക്ക് അപ്പ് ദ നെറ്റ്വർക്ക്. ഇവിടെ നമ്മൾക്ക് സ്പെസിഫിക്കേഷൻസ് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഏത് ചാനലാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുമായിട്ടാണ് നമ്മളുടെ സിസ്റ്റത്തിന് കണക്ഷൻ വരുന്നത് എന്നതിനനുസരിച്ചാണ് ഫിസിക്കൽ ലെയർ ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ ട്വിസ്റ്റഡ് പെയർ കാണും, ഫൈബർ ഓപ്റ്റിക്സ് കാണും, കോവാക്സിയൽ കേബിൾസ് കാണും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റാൻഡേർഡ്സും നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സ്റ്റാൻഡേർഡ്സും തമ്മിലുള്ള ഒരു മാച്ചിങ് ആണ് ഇവിടെ വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറൊരാളെയും കൂടെ നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, NIC എന്ന് പറയുന്ന കാർഡ് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തിരിക്കുന്ന കാർഡാണ്. സോ ഈ ഒരു കാർഡ് എന്ന് പറയുന്നതും നമുക്കൊരു ചാനൽ ആയിട്ട് കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. സോ അങ്ങനെയാണ്. അപ്പം അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിസിക്കൽ ലെയറിൽ ഇനീഷ്യലി പറയാനായിട്ടുള്ളത്. രണ്ടാമത്തെ ലെയർ ഡേറ്റ ലിങ്ക് ലെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സിസ്റ്റവും നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രൈമറി ഇതെന്ന് പറയുന്നത് ഫിസിക്കൽ ലെയർ ആണ്. അടുത്തത് ഇൻഫർമേഷൻ്റെ ട്രാൻസ്ഫറിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡേറ്റ ലിങ്ക് ലെയർ. ബേസിക്കലി ഇവിടെ പാക്കറ്റ്സ് ആയിട്ടാണ് ഇൻഫർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഡേറ്റ പാക്കറ്റ്സ് ഇറ്റ് കെൻ ലീവ് ഓർ എൻറ്റർ ദ ഫിസിക്കൽ നെറ്റ്വർക്ക്. അപ്പോൾ ഇവിടെ നമ്മുടെ എൻകോഡിംഗ് മെത്തേഡ്സ്, നമ്മുടെ ടോക്കൺസ്, എറർ ഡിറ്റക്ഷൻ ഒക്കെ ഡേറ്റ ലിങ്ക് ലെയറിലായിരിക്കും വരുന്നത്. ഡേറ്റ ലിങ്ക് ലെയറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് MAC ആൻഡ് ദി അതർ വൺ ഇസ് LLC. MAC എന്ന് പറയുന്നത് മീഡിയ ആക്സസ് കൺട്രോളും രണ്ടാമത്തെ LLC എന്ന് പറയുന്നത് ലോജിക്കൽ ലിങ്ക് കൺട്രോളും. MAC എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ആക്സസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് MACൽ വരുന്നത്. ഇപ്പം ടോക്കൺ പാസിങ്, കൊളിഷൻ വല്ലതും വരുവാണെങ്കിൽ സെൻസ് ചെയ്യുക, നെറ്റ്വർക്ക് കൺട്രോൾ കാര്യങ്ങളൊക്കെയാണ് MACൽ നോക്കുന്നത്. എന്നാൽ LLCയിൽ നോക്കുന്നത് എന്താണ്? ബേസിക്കലി നമ്മളുടെ നമ്മുടെ ഡേറ്റയെ, നമ്മുടെ ലോജിക്കൽ ലിങ്ക് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ പാക്കറ്റ്സ് വിത്ത് റെസ്പെക്ട് പാക്കറ്റ്സോ മെസ്സേജസോ തമ്മിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണക്ഷന് പ്രിഫറൻസ് കൊടുക്കുമ്പം ഇവിടെ നമുക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത് ഡേറ്റയ്ക്കാണ്. ഓക്കെ. ആൻഡ് ഇവിടെ നമ്മൾക്ക് ഇപ്പം എതർനെറ്റ്, ടോക്കൺ റിംഗ്, FDDI ഒക്കെ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ പാക്കറ്റിൻ്റെ ഫോമാറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. റൈറ്റ്. അപ്പം ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നെറ്റ്വർക്ക് ലെയർ ആണ്. നെറ്റ്വർക്ക് ലെയർ റൂട്ടിംഗ് മെസ്സേജസ് അല്ലെങ്കിൽ സ്വിച്ചിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേഷൻ എന്നീ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ നെറ്റ്വർക്ക് ലെയർ യൂസ് ചെയ്യുന്നത്. സോ നെറ്റ്വർക്ക് ലെയറിന് ഒരു യുണീക്ക് അഡ്രസ്സസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ട്രാൻസ്മിഷൻ പോസിബിൾ ആക്കുന്നത്. സോ ഈ ലാർജ് ബ്ലോക്ക്സ് നമുക്ക് ഡേറ്റ ബ്ലോക്സ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിനെ ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും ഫ്ലോ കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നെറ്റ്വർക്ക് ലെയർ ആണ്. അടുത്തത് ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ ഈ ഒരു പാക്കറ്റ്സ് അല്ലെ, ഈ ഒരു പാക്കറ്റുകൾ ഇപ്പം ഓരോ വഴിയിലോട്ട് റൂട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ട്രാൻസ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് ഒരു എൻഡിൽ നിന്ന് വേറൊരു എൻഡിലോട്ട് ഈ ഡേറ്റ കറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്തു ഇല്ല എന്നുള്ളത് എൻഷുർ ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ട് ലെയർ. സോ ബേസിക്കലി എൻഡ് ടു എൻഡ് എറർ ഫ്രീ ട്രാൻസ്മിഷൻ ഓഫ് ഡേറ്റ എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് ലെയറിന്റെ പ്രൈമറി ഗോളായിട്ട് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഒറിജിൻസും ഡെസ്റ്റിനേഷനും സിംഗിൾ നെറ്റ്വർക്ക് അഡ്രസ്സ് ഷെയർ ചെയ്യാം, നോ പ്രോബ്ലം.
ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സെഷൻ ലെയർ ആണ്. സെഷൻ ലെയറിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? സെഷൻ ലെയർ ബേസിക്കലി ആപ്ലിക്കേഷൻസിനെ റൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം പല ആപ്ലിക്കേഷൻസ് കാണും. ഈ ആപ്ലിക്കേഷൻ ഒറ്റ സെഷനിൽ റൺ ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് പ്രോസസ്സേഴ്സ് തമ്മിൽ മെസ്സേജ് എക്സ്ചേഞ്ചിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. അപ്പം വിത്ത് റെസ്പെക്ട് ടു സെഷൻസ് ആണ് സെഷൻ ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി വരുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇൻ എ സിംഗിൾ സെഷൻ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ടാണ് സെഷൻ ലെയർ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പം ഞാനൊരു സെഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരു വർക്ക് സ്റ്റേഷനിൽ നിന്ന് അടുത്ത വർക്ക് സ്റ്റേഷനിലോട്ട് എനിക്കിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒരു റിക്വസ്റ്റിനെ ടെർമിനേറ്റ് ചെയ്യാനോ ഒക്കെ സാധിക്കും. പ്രസന്റേഷൻ ലെയർ ഡേറ്റയുടെ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടാണ്, ഡെപ്പിക്ഷന് വേണ്ടിയിട്ടാണ് പ്രസന്റേഷൻ ലെയർ യൂസ് ചെയ്യുന്നത്. അടുത്തത് ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്കറിയാം നമ്മളുടെ ആപ്ലിക്കേഷൻസ് കാണുമല്ലേ, നമ്മൾ ഫിസിക്കൽ ലെയറും മുതൽ ഡേറ്റ ലിങ്ക് ലെയർ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്തുമ്പോഴത്തേനും ഏതൊക്കെ ആപ്ലിക്കേഷൻസിനാണ് പ്രൊസസ്സർ ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്യേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടത്, API യൂഷ്വലി ഈ ഒരു ലെയറിൽ കാണും. സോ എന്തൊക്കെ കോൾസ് ആണ് നടത്തുന്നത് ഒക്കെ ആപ്ലിക്കേഷൻ ലെയറായിരിക്കും നമ്മൾ നടത്തുന്നത്. സോ നമ്മുടെ ഫങ്ഷനാലിറ്റി വരുന്നത്, നമ്മുടെ ടാസ്കിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത് ആപ്ലിക്കേഷൻ ലെയറായിരിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻസ് ഇൻ്റർഫേസ് ടെക്നോളജി. അപ്പം ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കണക്ടിവിറ്റിയും ഇൻട്രോപ്പറബിലിറ്റിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് സംതിങ് ദാറ്റ് ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്. ക്ലയൻറ്റും സെർവറും ഒക്കെ അത് ഇപ്പം ഒരു ഫിസിക്കൽ സെറ്റ് ഓഫ് ഡിവൈസസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ഒരു വയർലെസ് ഡിവൈസസ് വെച്ചിട്ട് അല്ല വയർലെസ് ഒരു മീഡിയം വെച്ചിട്ടായിരിക്കാം ഇവർ തമ്മിൽ കണക്ട് ചെയ്യുക. അതിൻ്റെ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് കാണും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് ടെക്നോളജിയിൽ പറഞ്ഞു പോകുന്നത്. സോ നമുക്കറിയാം ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ 4 എലിമെൻറ്റ്സ് ഇവിടെ കാണണം. ഒന്നൊരു സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു ഡേറ്റ ക്രിയേറ്റ് ചെയ്യാനും അത് ട്രാൻസ്മിറ്റ് ചെയ്യാനും എന്നുള്ളതാണ് സെൻറ്ററിൻ്റെ ഉത്തരവാദിത്തം. രണ്ടാമത്തേത് മെസ്സേജ്, അതായത് സംതിങ് ദാറ്റ് ഇസ് സെൻഡ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. മൂന്നാമത്തത് മീഡിയം, അതായത് സെൻറ്ററിൽ നിന്നും വേറൊരാൾക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു മീഡിയം വേണം. അപ്പോൾ ഇതിന് ഇറ്റ് ക്യാൻ ബി ഐദർ ഫിസിക്കൽ മീഡിയം, അല്ല എന്നുണ്ടെങ്കിൽ എയർവേവ്സ് അയക്കാം, എനിത്തിങ് എൽസ്, അതായത് വയർലെസ് അയക്കാം അല്ലെങ്കിൽ വയേർഡും ആയിരിക്കാം. നാലാമത്തത് ഒരു റിസീവർ. എനിക്കിപ്പോൾ ഒരു മെസ്സേജ് സെൻറ്ററിൽ നിന്നും എനിക്കൊരു സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു സെൻറ്ററും എനിക്കൊരു റിസീവറും വേണം മെസ്സേജ് സ്വീകരിക്കാനായിട്ട്. സോ ദോസ് ആർ the 4 ബേസിക് എലമെന്റ്സ് ഓഫ് എനി മെസ്സേജ് അല്ലെങ്കിൽ എനി കമ്മ്യൂണിക്കേഷൻ. ഇനിയിപ്പം നമുക്ക് ഏതെങ്കിലും ഡിവൈസസ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു സെൻറ്റർ ഡിവൈസിന് ഒരു റിസീവർ ഡിവൈസിലോട്ട് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ദർ ആർ എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഇസ് ടു ബി ഫോളോഡ്. അപ്പം അതിനെ നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് പറയും. അപ്പോൾ ഈ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. അപ്പം അതെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ISO പോലത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ്. അപ്പം അത് നമ്മൾ ഫോളോ ചെയ്താൽ എന്താണ് പറ്റുന്നത്? നമുക്ക് പ്രോപ്പറായിട്ട് ഇത് ഫങ്ഷൻ ചെയ്യാനായിട്ടും നമ്മൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് കുറവായിട്ട് നമുക്ക് ഒരു പ്രോസസ്സിനെ ചെയ്യാനായിട്ടും സാധിക്കും. സോ അതിനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു ഇന്റർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു പരസ്പരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിനെ എനേബിൾ ചെയ്യാനായിട്ട് നമുക്ക് OSI മോഡൽ യൂസ് ചെയ്ത് നമുക്കറിയാൻ പറ്റും. അതായത് ഈച്ച് ലെയറിന് അവർക്ക് സ്പെസിഫിസിറ്റീസ് ഉണ്ട്. അതായത് എങ്ങനെയൊക്കെയാണ് എൻ്റെ ലെയേഴ്സ് ഫങ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയും. സോ അതിനൊക്കെയാണ് നമ്മൾ OSI ലെയർ നേരത്തെ പറഞ്ഞു പോയത്. ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 3 കോമ്പണൻസ് റിക്വയർഡ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഒരു NIC കാർഡാണ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡാപ്റ്റർ ആണ്. രണ്ടാമത്തേത് ഒരു സോഫ്റ്റ്വെയർ ഡ്രൈവർ ആൻഡ് മൂന്നാമത്തേത് ഇസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ സ്റ്റാക്ക്. സോ ഈ ഒരു പ്രോട്ടോകോൾ സ്റ്റാക്കിനകത്ത് നമുക്ക് ഇപ്പം ഒരു പ്രോട്ടോകോൾ മാത്രമല്ല, നമുക്കൊരു കോമ്പിനേഷൻ ഓഫ് പ്രോട്ടോകോൾസിനെ എൻകോപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യമേ നമുക്ക് NIC എന്താ നോക്കാം. നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്നത് ബേസിക്കലി എൻ്റെ ഫിസിക്കൽ സിസ്റ്റത്തിനകത്തുള്ള ഒരു കാർഡാണ്. ആൻഡ് ദിസ് ഈസ് ഏബിൾ ടു കണക്ട് വിത്ത് മൈ നെറ്റ്വർക്ക്. അതൊരു ഷെയർഡ് കേബിൾ ആയിരിക്കാം, ഒരു വയർലെസ് കേബിൾ ആയിരിക്കാം. ആൻഡ് ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു പർട്ടിക്കുലർ കാർഡ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറും നെറ്റ്വർക്ക് തമ്മിലുള്ള ഒരു ഫിസിക്കൽ ലിങ്കാണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത് ബിറ്റ്വീൻ ദ നെറ്റ്വർക്ക് ആൻഡ് കമ്പ്യൂട്ടർ വിൽ ബി വയ ദി NIC. സോ ഈ ഒരു NICയുടെ സർക്യൂട്ട് ബോർഡിൽ നെറ്റ്വർക്കിന് ആക്സസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറും വേറൊരു ഡിവൈസും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും.
സാധിക്കത്തുള്ളൂ. സോ ഈ ഒരു NIC എന്ന് പറയുന്നത് ഇറ്റ് വിൽ അതൊരു കൺട്രോളറിലാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് NIC കാർഡ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് കാർഡ് ഇറ്റ് വിൽ ബി ഏബിൾ ടു അക്കോമഡേറ്റ് ബോത്ത് കേബിൾസ് ആസ് വെൽ ആസ് ദ സോഫ്റ്റ്വെയർ പ്രോട്ടോകോൾസ്. ഇതിന് നമ്മൾ NIC എന്നും പറയും. NIC എന്നല്ല, NAC നെറ്റ്വർക്ക് അഡാപ്റ്റർ കാർഡ് എന്നും പറയും. ലാൻ കേബിളിങ്ങും വാനും നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് പോയ കാര്യങ്ങളാണ്. സോ നിങ്ങൾ ഈ നോട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ.